ഹലോ, എല്ലാ ഫ്രണ്ട്സും നല്ല സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ മുളൂഷിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ കുമ്പളങ്ങയും വെച്ചിട്ടാണ് മുളൂഷി ആക്കുന്നത്. ഏകദേശം ഒരു 2 to 3 ടേബിൾ സ്പൂണോളം പരിപ്പെടുത്തിട്ടുണ്ട്. അതുപോലെ കുമ്പളങ്ങ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട്. പിന്നെ നമുക്ക് പൊടികളിൽ ആവശ്യമുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, കശ്മീരി മുളക് പൊടി. തേങ്ങ വേണം അരയ്ക്കാൻ. അതിനൊന്നിച്ച് ഇച്ചിരി ജീരകവും ഒരു ചെറിയ വെളുത്തുള്ളിയും, താളിപ്പിന് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനം. പിന്നെ ലാസ്റ്റിൽ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി വറവിലിടുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പരിപ്പൊന്ന് കഴുകി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് മുറിച്ച് വെച്ച കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇടാം. ഇത് നിങ്ങൾക്ക് വെള്ളരിക്ക വെച്ചും ചെയ്യാം. ഓക്കെ, കുമ്പളങ്ങ ഓർ വെള്ളരിക്ക ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്യാം. രണ്ടും നല്ല ടേസ്റ്റാണ്. ഇതിന് ഏകദേശം മുങ്ങി നിൽക്കാൻ മാത്രം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടിച്ചിട്ട് 2 വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിലിൽ തന്നെ ശരിക്കും ഇത് വെന്ത് വരും. എന്നാലും ഒന്ന് നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 വിസിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തേങ്ങ നമുക്കൊന്ന് പാരലി അരച്ചെടുക്കാം. കഷ്ണം വേവുന്നതായിരിക്കും. ഞാൻ ഏകദേശം ഒരു അരമുറിയിൽ കുറവായിട്ട് എടുത്തിരിക്കുന്നു തേങ്ങ. ഒരു ചെറിയ വെളുത്തുള്ളിയും ഒരു 1/4 സ്പൂൺ ജീരകവും ഇട്ടിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക വേണ്ടു. ഭയങ്കര സ്മൂത്തായി അരയേണ്ട, അതായത് ഇതുപോലെ തുരുതുരായിട്ട് അരയേണ്ട. ഒരു 2 കറക്കില്ല, അത്രേ വേണ്ടു. ഇതാണ് നമ്മുടെ അരപ്പ്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇനി മിക്സിങ് മാത്രമാണ്. ഇവിടെ നമ്മുടെ പരിപ്പ് വേവുന്നുണ്ട് കേട്ടോ. 2 വിസിൽ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിസിലൊക്കെ പോയി സ്റ്റീമൊക്കെ ഒന്ന് തണുത്താവുമ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇത് നോക്കിയാൽ അറിയാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ബട്ട് പാകത്തിനൊന്ന് വേവും വരണം. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഒഴിക്കാം. കൺസിസ്റ്റൻസി ഒരു സാധാരണ കറീൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ്. കൂടുതൽ നേരം കുക്ക് ചെയ്താൽ പരിപ്പാണല്ലോ, അപ്പം തിക്നെസ് വരും. അപ്പം നമുക്കൊരു സെമി കൺസിസ്റ്റൻസി മതി. ഓക്കെ, അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ നന്നായി ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി മുളൂഷ റെഡിയാണ്. ഇനി ഇതിന് നമുക്ക് താളിപ്പിടുകയേ വേണ്ടൂ. അപ്പം നമ്മൾ അതേ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങയും കൂടി വഴറ്റേണ്ട ആവശ്യമായതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നമുക്ക് ഏകദേശം ഒരു പിടി തേങ്ങ ഇത്ര ഇട്ടാൽ മതി. അപ്പോൾ അത് നല്ല ബ്രൗൺ കളറാവുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര രസമാണ് കേട്ടോ. തേങ്ങ ഇടുകയാണെങ്കിൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക, കുറച്ചും കൂടി എൻഹാൻസ് ആവും ടേസ്റ്റ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ഓപ്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ടും കാണാം.